ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2026 മോഡൽ ക്രെറ്റയുടെ ബേസ് വേരിയന്റ് ആണ്. ക്രെറ്റയ്ക്ക് ഇപ്പോൾ മൊത്തം 55,000 രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. അത് നവരാത്രി ബുക്കിംഗ് ഓഫർ എന്ന് പറഞ്ഞാണ് ഈ മാർച്ച് മാസത്തിൽ ഓഫർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബേസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, 2026 വന്നപ്പോൾ ഫീച്ചേഴ്സ് എന്തെങ്കിലും മാറ്റമുണ്ടോ, ഓഫറുകൾക്ക് ശേഷം ക്രെറ്റ വേരിയന്റുകൾ എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ക്രെറ്റ ബേസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ക്രെറ്റയുടെ ഈ ഒരു ബ്ലാക്ക് കളർ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് കളറാണ്. ക്രെറ്റയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. അതിപ്പോൾ നമുക്ക് ഈ ബേസ് വേരിയന്റ് തൊട്ട് ഈ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. ക്രെറ്റയുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാവുന്നത് ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ എക്സാക്ട് സെയിം ലുക്കാണ്. ഇപ്പോൾ ഈ വാഹനം മറ്റു വേരിയന്റുകളോട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഹെഡ്ലൈറ്റിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. റൂഫ് റെയിൽസ് ഇല്ല എന്നുള്ളത് ഒഴിച്ചാൽ ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ്. അപ്പോൾ പല ആളുകളും ക്രെറ്റ ബേസ് വേരിയന്റ് എടുത്തിട്ട് 1 ലക്ഷം 1.5 ലക്ഷം രൂപയുടെ ആക്സസറീസ് ചെയ്ത് ടോപ്പ് എൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ആക്സസറീസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ക്രെറ്റ മേടിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു ബേസ് വേരിയന്റ് ആയിരിക്കും. ഇപ്പോൾ ഈ വേരിയന്റിന് മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു LED DRL അല്ലെങ്കിൽ പൊസിഷൻ ലാമ്പ് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ നടുക്കായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ കണക്റ്റഡ് DRL ഈ ഒരു വേരിയന്റിൽ വരുന്നില്ല. അത് എസ് ഓപ്ഷൻ വേരിയന്റ് തൊട്ടിട്ടാണ് വരുന്നത്. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് ലോ ബീമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഹൈ ബീം നോർമൽ ഹാലജൻ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. LED ഒന്നും തന്നെ ഈ വേരിയന്റിൽ വരുന്നില്ല. ഫോഗ് ലൈറ്റ് ഒന്നും ക്രെറ്റയുടെ ഒരു വേരിയന്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഫ്രണ്ടിലെ ഗ്രില്ല് നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എസ് ഓപ്ഷൻ വേരിയന്റ് തൊട്ടിട്ട് ഒരു ഗ്ലോസി ഫിനിഷിലേക്ക് അത് ചേഞ്ച് ആവും. ലോഗോ കോമൺ ആയിട്ട് എല്ലാ വേരിയന്റിലും സിമിലർ ആയിട്ടാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷിൽ നമുക്ക് സ്കിപ്പ് പ്ലേറ്റ് കാണാം. ഇത് എല്ലാ വേരിയന്റുകളിലും ഈ സെയിം സ്കിപ്പ് പ്ലേറ്റ് ആണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് 190 mm ആണ് ക്രെറ്റയ്ക്ക് വരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ബേസ് വേരിയന്റ് ആണെന്ന് മനസ്സിലാവും. നിങ്ങൾ ആക്സസറീസ് ചെയ്ത് അലോയ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് എൻഡിന്റെ ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ബേസ് വേരിയന്റിൽ നമുക്ക് 16 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. ഇത് 205 60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകൾ കൊടുത്തിട്ടുണ്ട്. അലോയ്സിന്റെ ലുക്കൊക്കെയുള്ള ഒരു വീൽ കപ്പുകൾ കൊടുത്തിരിക്കുന്നു. അത് വൈറ്റ് ഫിനിഷിലാണ് വരുന്നത്. നമുക്ക് അതിന് ചുറ്റൊരു ബ്ലാക്ക് ക്ലാഡിങ് ബാക്ക് വശം വരെ പോകുന്നത് കാണാം. ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് ഫെൻഡേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. മിറേഴ്സ് നമുക്ക് ബോഡി കളറിൽ തന്നെ വരുന്നുണ്ട്. അത് മിറേഴ്സിൽ ആ ഇൻഡിക്കേറ്ററും കൂടി ഉൾപ്പെടുത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. നമുക്ക് ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റെയിൽസ് ഇതിനകത്ത് വരുന്നില്ല. ഷോറൂമിൽ നിന്ന് ചെയ്യാം. സൺ റൂഫ് ഒന്നും ബേസ് വേരിയന്റ് വരുന്നില്ല. ബാക്കിൽ ഒരു നോർമൽ ആൻറ്റിയുടെ പ്രൊവിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ ആ ഒരു സിൽവർ ഫിനിഷൊക്കെ എല്ലാ വേരിയന്റുകളിലും കോമൺ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ക്രെറ്റയ്ക്ക് എപ്പോഴും ആ റൂഫ് റെയിൽ ഉള്ളതാണ് നല്ലത്. അപ്പോൾ ഒരു മാച്ചോ ലുക്ക് ഈ വാഹനത്തിന് ലഭിക്കും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് എല്ലാ വേരിയന്റുകളിലും വരുന്നുണ്ട്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് വൈപ്പർ വാഷർ ഡിഫോർ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഡിസൈൻ വരുന്നത്. സ്പോയിലർ അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. നടുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഹാലജനായിട്ട് തന്നെയാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റിഫ്ലക്റ്റേഴ്സ് കാണാം. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ബേസ് വേരിയന്റിലും വരുന്നുണ്ട്. റിവേഴ്സ് ലൈറ്റ് ഇവിടെ സെൻട്രൽ മൗണ്ടറായിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ കണ്ട അതേ കളറിൽ തന്നെ ബാക്കിൽ നമുക്ക് സ്കിഡ് പ്ലേറ്റുകൾ കാണാം. ബാക്കിലേക്ക് റിവേഴ്സ് ക്യാമറ സംഭവങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. 433 ലിറ്ററാണ് ബോട്ടിൻ്റെ കപ്പാസിറ്റി. നമുക്കിപ്പോൾ ബേസ് വേരിയന്റിലും 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പാർസൽട്രേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെയർ വീല് ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പിക്കോ സെൻസർ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഡ്യുവൽ ടോൺ കളർ എല്ലാ വേരിയന്റുകളിലും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നാലും ആ ഡ്യുവൽ ടോൺ കളർ കാണാം. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. 4 പവർ വിൻഡോന്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല്, സ്പീക്കർ ഒന്നും വരുന്നില്ല. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. സീറ്റ് എസ് ഓപ്ഷൻ വേരിയന്റ് ഒരു സിമിലർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൽ നമുക്കൊരു ഫാബ്രിക് സീറ്റുകൾ, അതിനകത്ത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ്, വൈറ്റ് ആൻഡ് ഗ്രേ ഫിനിഷിലാണ് ആ സീറ്റുകൾ വരുന്നത്. ഇത് മാനുവൽ വേരിയന്റ് ആണ്. ബേസ് വേരിയന്റിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഓട്ടോ സ്റ്റോപ്പ്, ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് വെച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 ഫ്ലിപ്പ് കീസാണ് ഇതിനകത്ത് വരുന്നത്. ക്രെറ്റ ബേസ് വേരിയന്റിന്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്റീരിയറിലെ ലേഔട്ട്, കളർ ടോൺ കാര്യങ്ങളെല്ലാം എല്ലാ വേരിയന്റുകളും സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു 10 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്യുകയാണെങ്കിൽ
ഒരു മിഡ് വേരിയന്റിന്റെ ലുക്കിലേക്കൊക്കെ ഒറ്റയടിക്ക് വരും. പെട്ടെന്ന് ഒരാൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ബേസ് വേരിയന്റ് ആണെന്നൊന്നും പറയില്ല. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എസ് ഓപ്ഷൻ വേരിയന്റ് വരെ സിമിലർ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്ത് ഫ്ലാറ്റ് ബോട്ടം ആണ്, 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്. ഇടതുവശം നമുക്ക് ഇതിനകത്ത് ഇൻസ്ട്രുമെന്റ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾസ്, ഇപ്പോൾ മ്യൂസിക് ചെയ്യുമ്പോൾ അതിന്റെ കൺട്രോൾസ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസ് ആഡ് ഓൺ ചെയ്തത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആക്സസറീസ് നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീല് ബേസ് വേരിയന്റിൽ വരുന്നുണ്ട്. ഇടതുവശമായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ആൻഡ് ഓട്ടോ വൈപ്പറിന്റെ ഫീച്ചർ ഒന്നും ബേസ് വേരിയന്റിൽ വരുന്നില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. ഹ്യുണ്ടായുടെ ഒരു എല്ലാ വാഹനങ്ങളും കണ്ടുവരുന്ന സെയിം യൂണിറ്റ് തന്നെയാണ്. സ്പീഡോമീറ്ററും ആർപിഎം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അത് നമ്മൾ വാഹനം റേസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ അകത്ത് ആ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻസ് RPM കൂടുന്നതിനനുസരിച്ച് ചേഞ്ച് ആവുന്നത് കാണാം. അതിലേക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം വരുന്നുണ്ട്. TPMS പോലെയുള്ള ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഇവിടെ ഒരു എംപ്റ്റി സ്പേസ് ആണ്. നമുക്ക് മ്യൂസിക് സിസ്റ്റം ആക്സസറൈഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് AC കൺട്രോൾസ് കാണാം. അതിനകത്തെല്ലാം ഒരു സിൽവർ ടച്ച് വരുന്നുണ്ട്. അതിന് താഴെ നമുക്ക് ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്, മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു USB Type C ചാർജിങ് പോർട്ട്, ഒരു 12 വോൾട്ടിന്റെ ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. അതിന് ചുറ്റുമെല്ലാം ഒരു ക്രോം ആൻഡ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ 2 കപ്പ് ഹോൾഡേഴ്സ്, സെന്റർ ആംറസ്റ്റ്, സോഫ്റ്റ് ടച്ച് ആണ്. അതിനകത്ത് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡ്, ക്വാർട്ടർ റിവേഴ്സൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ് വരുന്നത്. മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂടുതൽ ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ക്രെറ്റ എടുക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ അത്യാവശ്യം ആക്സസറീസ് ചെയ്യുക. അതല്ല ക്രെറ്റ മാനുവൽ നോക്കുന്നവർക്ക് വേണമെങ്കിൽ ബേസ് വേരിയന്റ് എടുത്ത് ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു 2 ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. ബാക്കിലേക്ക് AC വെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു Type C ചാർജിങ് പോർട്ടും കാണാം. അവിടെ ഒരു മൊബൈൽ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. സെന്റർ ആംറസ്റ്റ് ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്തൊരു കപ്പ് ഹോൾഡറും കാണാനായിട്ട് പറ്റും. സീറ്റ് 60-40 സ്പ്ലിറ്റ് സീറ്റിന്റെ ഓപ്ഷൻ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് ഇപ്പം എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് വരുന്നത്. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. പാർസൽ ട്രേ വരുന്നില്ല. നമുക്ക് സെൻട്രലായിട്ടാണ് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. 2 വശത്തും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രെറ്റയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS CBT ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, TPMS ഒക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ADAS ലെവൽ 2 പോലെയുള്ള ഫീച്ചേഴ്സ്, അതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സും നിങ്ങൾക്ക് ലഭിക്കും. ഗ്ലോബൽ NCAP ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ പഴയ വാഹനത്തിന് സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ്. പഴയ വാഹനത്തിന് 3 സ്റ്റാർ ഒക്കെ ആയിരുന്നു ലഭിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഒരു അടുത്തൊരു മറ്റേ ഭാരത് NCAP ഒക്കെ കഴിയുമ്പോൾ 5 സ്റ്റാർ ഒക്കെ കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ വാഹനത്തിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് ഈ ബേസ് വേരിയന്റ് ശരിക്കും 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനിലും 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനിലും മാത്രമാണ് വരുന്നത്. ഇപ്പോൾ പെട്രോൾ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ 115 PS പവറും 143 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസന്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ്. 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ IVT ഗിയർ ബോക്സുമായിട്ടാണ് വരുന്നത്. ബേസ് വേരിയന്റിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ 1.5 ലിറ്റർ ടർബോ ഡീസലിനാണ്. ഹ്യുണ്ടായുടെ ബെസ്റ്റ് എഞ്ചിൻ എന്ന് നമുക്ക് അതിനെ പറയാം. ഒരു 116 HP പവറും 250 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഓടിക്കാൻ നല്ല രസമുള്ള ഒരു ഡീസൽ എഞ്ചിനാണ്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. ബേസ് വേരിയന്റിൽ എപ്പോഴും ഡീസൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. EX ഓപ്ഷണൽ വേരിയന്റിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ്. 160 HP പവറും 253 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഓടിക്കാൻ നല്ല രസമുള്ള ഒരു എഞ്ചിനാണ്. മൈലേജ് ഒന്നും നോക്കരുത്, ചുമ്മാ ഓടിച്ചുകൊണ്ട് എടുക്കുക. കാല് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മനസ്സെത്തുന്നിടത്ത് വാഹനം എത്തുന്ന പറഞ്ഞാൽ നല്ല പവർഫുൾ ആയിട്ടാണ് കയറി പോകും. അത് 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആയിട്ട് മാത്രമേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ 6 സ്പീഡ് മാനുവൽ ആ ഒരു ഓപ്ഷനിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ നമുക്ക് മൊത്തം 55,000 രൂപ ഒരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബേസ് വേരിയന്റിന് 23,000 രൂപയുടെ ഓഫർ
കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബേസ് വേരിയന്റ് EX വേരിയന്റ് തൊട്ട് മോഡലിലേക്ക് എല്ലാ പെട്രോൾ, ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ വേരിയന്റുകൾക്കാണ് ഈ 85,000 രൂപ വരെ ഓഫർ കൊടുത്തിരിക്കുന്നത്. ഡീസൽ ക്രെറ്റയ്ക്ക് പ്രത്യേകിച്ച് ഓഫർ ഒന്നും കൊടുത്തിട്ടില്ല. നവരാത്രി ബുക്കിംഗ് ഓഫർ എന്നും പറഞ്ഞിട്ടാണ് 20,000 രൂപയുടെ ഒരു അഡീഷണൽ ഓഫർ കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് 15,000 രൂപ, അപ്ഗ്രേഡ് ബോണസ് എന്ന് പറഞ്ഞൊരു 15,000 രൂപയും കൂടി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഹ്യൂണ്ടായുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറിയ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് ക്രെറ്റയിലേക്ക് വരണമെങ്കിൽ 15,000 രൂപ അവിടെയും അഡീഷണൽ ഓഫർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റൂറൽ എന്നും പറഞ്ഞൊരു 3,000 ഓഫർ, അങ്ങനെ മൊത്തം നിങ്ങൾക്ക് 55,000 രൂപ ഒരു ഓഫറാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ ബേസ് പെട്രോൾ വേരിയന്റ്, നിങ്ങൾ കാണുന്നത് പെട്രോൾ ബേസ് വേരിയന്റ് ആണ്. ഈ വാഹനം നിങ്ങൾക്ക് ഇപ്പോൾ 12.5 ലക്ഷം രൂപയ്ക്ക് ഓഫറുകൾക്ക് ശേഷം ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസൽ 14,84,000 രൂപയാണ് ബേസ് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി അടുത്ത വേരിയന്റ് നമുക്ക് EX ഓപ്ഷണൽ വേരിയന്റ് നോക്കാം. കാര്യം ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ് അതാണ്. EX ഓപ്ഷണൽ പെട്രോൾ മാനുവലിന് 14,67,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 16,27,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് ഓഫറുകൾക്ക് ശേഷമുള്ള ഓൺ റോഡ് പ്രൈസ് ആണ്. ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസലിന് 16,89,000 രൂപയും ഡീസൽ ഓട്ടോമാറ്റിക് 18,80,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അടുത്തൊരു വേരിയന്റ്, ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റ് ക്രെറ്റയുടെ വാല്യൂ ഫോർ മണി വേരിയന്റ് S ഓപ്ഷൻ വേരിയന്റ് ആണ്. ആ വാഹനം പെട്രോൾ മാനുവൽ നമുക്ക് 16,45,000 രൂപയും പെട്രോൾ ഓട്ടോമാറ്റിക് 18,48,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനിയും അതിന്റെ ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസൽ മാനുവൽ നമുക്ക് 19 ലക്ഷം രൂപയ്ക്കും ഡീസൽ ഓട്ടോമാറ്റിക് 20,79,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി വേണമെങ്കിൽ ക്രെറ്റയുടെ N-ലൈൻ്റെ ഓഫറും കൂടി നോക്കാം. പിന്നെ വാഹനം ലോഞ്ച് ചെയ്തതിന് ശേഷം N-ലൈൻ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഓഫർ വരുന്നത്. N-ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന N8 വേരിയന്റിലാണ്. N8ൽ ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ, DCT മാത്രമേ വരുന്നുള്ളൂ. ആ വാഹനം 21,24,000 രൂപയാണ് ഓഫർ വരുന്നത്. ഒരു 20,000 രൂപയ്ക്കൊക്കെ നമുക്ക് ഓൺ റോഡ് ഇറക്കാം. നമ്മൾ ഈ പറയുന്ന ഓഫറിൽ ഒന്നിലും അപ്ഗ്രേഡ് ഓഫർ കൊടുത്തിട്ടില്ല. അപ്പോൾ അപ്ഗ്രേഡ് ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണലി ഈ പറഞ്ഞ പ്രൈസിൽ നിന്ന് ഒരു 20,000 രൂപയും കൂടി കുറവ് ലഭിക്കും. ഇനി N10ലേക്ക് പോയി കഴിഞ്ഞാൽ പെട്രോൾ മാനുവലിന് 22,68,000 രൂപയും ഓട്ടോമാറ്റിക് 23,79,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ ക്രെറ്റയുടെ ഒരു ടോപ്പ് എൻഡ്, കിങ് എഡിഷൻ ആണ് ടോപ്പ് എൻഡ്. അതിലേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പെട്രോളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ടർബോ പെട്രോൾ ആണ്. അത് 23,79 നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹ്യൂണ്ടായി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യൂണ്ടായുടെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ക്രെറ്റ എന്നല്ല, ഹ്യൂണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഈ മാർച്ച് മാസത്തിൽ ഇപ്പോൾ ഹ്യൂണ്ടായുടെ എല്ലാ വാഹനങ്ങൾക്കും 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് 1,650 രൂപ വെച്ചേ അടവ് വരുന്നുള്ളൂ. ഈ ക്രെറ്റ ബേസ് വേരിയൻ്റ് ഒക്കെ 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാം. ബാക്കി ഈ പറഞ്ഞ രീതിയിൽ പെർ ലാക്കിന് വെച്ചിട്ട് EMI അടച്ചു പോയാൽ മാത്രം മതിയാകും. 1.5 ലക്ഷം രൂപ വാഹനത്തിന്റെ വില, 1 ലക്ഷം രൂപയുടെ ആക്സസറി, 2.5 ലക്ഷം രൂപയ്ക്ക് അത്യാവശ്യം ഒരു ടോപ്പ് എൻഡിന്റെ ലുക്കിൽ ഈ ബേസ് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. അപ്പോൾ 12.5 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം കിട്ടിയിട്ട് 1 ലക്ഷം രൂപയുടെ ആക്സസറീസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊരു വെർത്താണ്. ഈ സെഗ്മെന്റിലെ മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് ക്രെറ്റ മാറും. കാര്യം ക്രെറ്റയിലേക്ക് വരുമ്പോൾ ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട്, ആ ഒരു സൈലന്റ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ, ഇതെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്ലസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. സെഗ്മെന്റിൽ ഒരു പവർഫുൾ കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് ക്രെറ്റനെ പറയാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.